Hello guys, I am Rahul Raj. Welcome back to my channel Unboxing Joe. നമ്മളെല്ലാവരും ഗെയിം കളിക്കുന്നവരാണ്. ഓൺലൈൻ ഗെയിംസ് പല രീതിയിലുള്ള ഓൺലൈൻ ഗെയിംസ് നമ്മൾ കളിക്കുന്നതാണ്. ഇപ്പം പബ്ജി കളിക്കുന്നവരുണ്ടാവും, പബ്ജി മൊബൈൽ ലൈറ്റ് കളിക്കുന്നുണ്ടാവും, ഫ്രീ ഫയർ കളിക്കുന്നുണ്ടാവും, കാൾ ഓഫ് ഡ്യൂട്ടി കളിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇവർക്കെല്ലാം ഏറ്റവും കൂടുതൽ വിഷയം എന്ന് പറഞ്ഞാൽ പിങ് ഇഷ്യൂ ഉണ്ടാകുന്നത് വളരെയധികം വലിയൊരു വിഷയമായിട്ടാണ് നമ്മുടെ ഇപ്പോൾ സ്മാർട്ട് ഫോൺ മേഖലയിൽ ഗെയിമിങ്ങിൽ തന്നെ ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒരുവിധം മെയിൻറ്റെയിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കൂടെ പരിചയപ്പെടുത്തുന്നത്. ഇത് 100% വർക്കായ ഒരു ട്രിക്കാണ്. എല്ലാവരും എടുത്തൊന്ന് യൂസ് ചെയ്ത് നോക്കണം ഈ ട്രിക്ക്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ഓർ ഡിസ്ലൈക്ക്. ഓക്കെ, It's so cold outside. I'm alone, I'm alright. It's so cold outside. I'm alone, it's so cold outside. നമുക്ക് ഈ പിങ് ഇഷ്യൂ വളരെയധികം നിങ്ങൾക്ക് കാണാം, താഴെ കണ്ടോ പിങ് കാണിക്കുന്നത്. ഇപ്പോൾ 600 സംതിങ് അല്ലെങ്കിൽ 100, 200 അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ നമുക്ക് പിങ് കറക്റ്റ് ആവും. പക്ഷെ ഇതൊക്കെ ഒരു വിഷയം ആയിരിക്കാം. എന്തുകൊണ്ടായിരിക്കാം? ജിയോ ആയാലും എയർടെൽ ആയാലും ചില സമയത്ത് ഏത് സിം ഉപയോഗിച്ചാൽ പോലും പിങ് നല്ല രീതിയിൽ അനുഭവപ്പെടും. പക്ഷെ ഏകദേശം നമുക്ക് എയർടെൽ സിം ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പിങ് വളരെയധികം കുറവായിരിക്കും. കാര്യം അതെന്താ, പിങ് ഏകദേശം കുറവെന്ന് പറഞ്ഞാൽ നെറ്റ് സ്പീഡും അപ്ലോഡിങ് സ്പീഡും നല്ല രീതിയിൽ കിട്ടുന്നതുകൊണ്ടാണ് എയർടെലിൻ്റെ പിങ് നമുക്ക് വളരെയധികം കുറയുന്നത്. ഇപ്പോൾ അപ്ലോഡിങ് സ്പീഡ് ഏതൊരു സിം വരച്ചാലും ഹൈ ആയിട്ട് സ്പീഡുള്ള ജിയോ ഇൻ്റർനെറ്റ് നമ്മൾ ഉപയോഗിച്ചാൽ പോലും ചിലപ്പം അതിന് ഡൗൺലോഡിങ് സ്പീഡ് മാത്രമേ കാണത്തുള്ളൂ, അപ്ലോഡിങ് സ്പീഡ് കുറവായിരിക്കും. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വിധ അപ്ലോഡിങ് സ്പീഡ് ഇല്ല, അതിലും താഴെ ആയിരിക്കും അപ്ലോഡിങ് സ്പീഡ്. അപ്പോൾ ഇത് വരാൻ സാധ്യത പറഞ്ഞാൽ അങ്ങനെ വരുന്ന അവസ്ഥയിൽ നമ്മുടെ പിങ് കൂടും. ഇപ്പോൾ തന്നെ കണ്ടോ 300 സംതിങ്ങോളം നമുക്ക് പിങ് വരുന്നുണ്ട്. ചിലപ്പോൾ അത് 60 MMC കറക്റ്റ് നിൽക്കും. അതെന്താണ്, ഈ പിങ്ങിന് നമുക്ക് എങ്ങനെ മാറ്റാമെന്നാണ്. അപ്പോൾ നമുക്ക് ഇതിനു മുമ്പ് നമ്മുടെ ഡാറ്റ സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഡാറ്റ സ്പീഡ് ചെക്ക് ചെയ്യാൻ നമുക്ക് സ്പീഡ് ടെസ്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വേണം. അപ്പോൾ നമുക്ക് നെറ്റ് സ്പീഡ് ചെക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വേണം. അപ്പോൾ നമുക്ക് ഡാറ്റ സ്പീഡ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ കേസ് നമുക്ക് ഇതിൻ്റെ ഒന്ന് നെറ്റ് സ്പീഡ് ചെക്ക് ചെയ്യാം. നമുക്ക് നെറ്റ് സ്പീഡ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അപ്ലോഡിങ് സ്പീഡും നെറ്റ് സ്പീഡും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്കിപ്പോൾ കാണിക്കുന്ന പിങ് എന്ന് വെച്ചാൽ 43 MS ആണ് മാക്സിമം അവർ കാണിക്കുന്നത്. അതിപ്പോൾ അത് നമുക്ക് Mbps നോക്കാം. നമ്മുടെ അപ്ലോഡിങ് സ്പീഡ് നെറ്റ് സ്പീഡും ഒക്കെ നമുക്ക് കറക്റ്റ് ചെക്ക് ചെയ്യാം. മാക്സിമം പിങ് ഈ കാണിക്കുന്നത് 43 MS തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ കണ്ടോ അപ്ലോഡിങ് സ്പീഡ് 370 സംതിങ് നമുക്ക് താഴോട്ട് നിൽക്കുകയാണ്. കണ്ടോ ഇപ്പം വന്നിരിക്കുന്ന 3.71 ഇതുണ്ട് നമ്മുടെ ഡൗൺലോഡിങ് സ്പീഡ്. നമുക്ക് ഡൗൺലോഡിങ് സ്പീഡ് വരുന്നത് 3.71 43 MS പിങ്ങും ഉണ്ട്. അപ്പോൾ നമുക്ക് അപ്ലോഡിങ് സ്പീഡ് നോക്കിയാലോ. അപ്ലോഡിങ് സ്പീഡ് വന്നിട്ടേ ഇല്ല, നമ്മുടെ അപ്ലോഡിങ് സ്പീഡ് ഇവിടെ കാണിക്കുന്നേ ഇല്ല. അപ്പോൾ അതെന്താ, നമുക്ക് അപ്ലോഡിങ് സ്പീഡ് നോക്കാം. അപ്ലോഡിങ് സ്പീഡ് നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ 0.02 Mbps മാത്രമേ അപ്ലോഡിങ് സ്പീഡ് വരുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ നമുക്ക് അപ്ലോഡിങ് സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ നെറ്റ് സ്പീഡ് ഇച്ചിരി കൂടെ കൂടുതൽ കിട്ടും നമുക്ക്. അതാണ് അപ്ലോഡ് സ്പീഡ് കൂടുന്നതനുസരിച്ച് നെറ്റിൻ്റെ സ്പീഡും കൂടെ നമുക്ക് ഇച്ചിരി കൂടെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് നമ്മൾ സെറ്റിങ്സ് ഒന്ന് ചെറിയൊരു ട്രിക്കാണ്, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് 100% വർക്ക് ആവുന്ന ഒരു ട്രിക്കാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം കയറേണ്ടത് നമ്മുടെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തതിന് ശേഷം നമ്മുടെ മൊബൈൽ ഡാറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. മൊബൈൽ ഡാറ്റയിൽ ക്ലിക്ക് ചെയ്ത ശേഷം ജിയോ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ജിയോ ആയിക്കോട്ടെ എയർടെൽ ആയിക്കോട്ടെ ഏത് സിം ആയിക്കോട്ടെ നമുക്കിത് 100% വർക്ക് ആവുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതിനെ കുറച്ച് നമ്മളിവിടെ ഇത് കണ്ട അസസ് പോയിന്റ് നെയിം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്റർനെറ്റ് ജിയോ നെറ്റ് എന്നാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ വേറൊരു അസസ് പോയിന്റ്. ഇപ്പം ഗൈസ് നമുക്ക് താഴെ കാണുന്ന ന്യൂ APN എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് കാണുന്ന നെയിം സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ക്യാപിറ്റൽ ലെറ്റർ G യൂസ് ചെയ്യുക. എന്നിട്ട് ഗെയിമിംഗ് എന്ന് അടിക്കുക. ഗെയിമിംഗ് എന്ന് അടിച്ച ശേഷം അവസാനം ക്യാപിറ്റൽ ലെറ്റർ H എന്ന് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം രണ്ടാമത് APN ഉണ്ട്. APN ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മുടെ ക്യാപിറ്റൽ ലെറ്ററിൽ ലൈറ്റ് എന്ന് കൊടുക്കുക. എല്ലാം ഫുള്ള് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ലൈറ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. പിന്നെ അങ്ങനെ കൊടുക്കണം നമ്മൾ ആക്ട് H എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക.
അതിനുശേഷം നമ്മൾ സെർവർ എന്ന് പറഞ്ഞതുണ്ട്, സെർവർ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ സെർവറിൻ്റെ അവിടെ കൊടുക്കേണ്ടത് നമ്മൾ www.google.com എന്ന് നമ്മൾ കൊടുക്കണം. പക്ഷെ ഓക്കെ കൊടുക്കുമോ? ഓക്കെ കൊടുത്ത ശേഷം നമ്മൾ ഇത് കൊടുത്ത ശേഷം സെർവർ എല്ലാം കഴിഞ്ഞിട്ട് ഇനി താഴോട്ട് പോകുമ്പോൾ അതിനോളക്റ്റിക്കേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ കണ്ടോ PAP or CHAP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അടുത്തത് താഴോട്ട് പോകുമ്പോൾ APN പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് IPv4 IPv6 എന്ന് പറഞ്ഞ ഓപ്ഷൻ അത് തന്നെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാരോ സെലക്ട് ചെയ്യുക. ബാരോ സെലക്ട് ചെയ്ത ശേഷം ഇതിനകത്ത് കിടക്കുന്ന ഈ മേളത്തെ ഓപ്ഷൻ നമ്മൾ ക്യാൻസൽ ചെയ്ത ശേഷം ലൈറ്റിന് താഴോട്ട് കിടക്കുന്ന എല്ലാ ഓപ്ഷൻസും സെലക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ലൈറ്റിന് താഴോട്ട് കിടക്കുന്ന എല്ലാ ഓപ്ഷനും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഏത് ഫോണിലായാലും പല ടൈപ്പിലായിരിക്കും നമ്മൾ ഈ അക്സസ് പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കിയ ശേഷം നമ്മൾ കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ മേളത്തെ ആ ഒരു ഓപ്ഷൻ ഒഴിച്ച് താഴോട്ടുള്ള എല്ലാ ഓപ്ഷൻസും സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ജസ്റ്റ് പിന്നെ അടുത്ത് നമ്മൾ സേവ് കൊടുക്കുക. അപ്പോൾ സേവ് കൊടുത്തു കഴിയുമ്പോൾ കാണാം നിങ്ങൾക്ക് മേളിൽ ആ ഒരു ഓപ്ഷൻ അവിടെ സേവ് ആയി കിടക്കുന്ന കാണാം. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ സേവ് ആയ ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ജിയോയുടെ റേഞ്ച് ഒന്ന് പോയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ നെറ്റൊക്കെ ഓൺ ആയിരുന്നു, ആ നെറ്റ് ഒന്ന് ഓഫായിട്ട് ഓൺ ആയി വരുന്നതാണ്. നെറ്റും റേഞ്ചും ഇല്ല. ഓഫ് ആയ ശേഷം ഇവിടെ വന്നു കഴിയുമ്പോൾ ലൈറ്റ് വോൾട്ട് ഒന്നും കാണിക്കത്തില്ല. അപ്പോൾ വോൾട്ട് ഇച്ചിരി നേരം കഴിയുമ്പോൾ ലോഡായി വരും. അപ്പോൾ വോൾട്ട് വന്ന ശേഷം നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. 8 MB 9 MB അതുപോലെ മേലോട്ട് നല്ല സ്പീഡിൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് 7 MB 8 MB ആ ഒരു സൈസിൽ നമുക്ക് സ്പീഡ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്പീഡ് വന്നേക്കുന്നുണ്ടോ, പിങ് നോക്ക് 34 ms അതുപോലെ 7.87 സ്പീഡ് ഡൗൺലോഡിങ് സ്പീഡും വന്നിട്ടുണ്ട്. അപ്ലോഡിങ് സ്പീഡ് നമുക്ക് വന്നേക്കുണ്ടോ 0.44. അപ്ലോഡിങ് സ്പീഡ് നമുക്ക് വന്നേക്കുന്ന 0.38 വന്നിട്ടുണ്ട്. അപ്ലോഡിങ് സ്പീഡ് മുമ്പിലത്തേക്കാളും നമുക്ക് ഇച്ചിരി കൂടെ നെറ്റ് ബെറ്റർ ആയിട്ടുണ്ട്. ഇവിടെ കണ്ടോ ഇച്ചിരി അപ്ലോഡിങ് സ്പീഡ് ഇൻക്രീസ് ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ നെറ്റ് ഡൗൺലോഡിങ് സ്പീഡും നമുക്കൊന്ന് ഇൻക്രീസ് ആയി കിട്ടി. അതാണ് ഈ ട്രിക്കിൻ്റെ ഒരു ഇത്. അപ്പോൾ നിങ്ങളിത് 100% വർക്കായ ഒരു ട്രിക്കാണ്. നിങ്ങളെടുത്ത് യൂസ് ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇത് വർക്കായി വരും. എനിവേ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെയധികം 100% വർക്കായ ഒരു ആപ്ലിക്കേഷൻ ഒരു ട്രിക്കാണിത്. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലുള്ള നെറ്റ് സ്പീഡുകളൊക്കെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് നെറ്റ് സ്പീഡ് കൂട്ടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ട്രിക്കൊക്കെ ഒന്ന് എടുത്ത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ നോക്കുവാണെങ്കിൽ കണ്ടിന്യൂസ് റിപ്ലൈ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ മെത്തേഡ് എല്ലാം കറക്റ്റ് നിങ്ങൾക്ക് പിടി കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഈ വീഡിയോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ രണ്ടാമത്തെ സെക്കൻഡ് പാർട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിന് ഞാൻ ഉപയോഗിച്ച സ്പീഡ് ടെസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒക്ല എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് 100% നമുക്ക് സ്പീഡ് ടെസ്റ്റ് കറക്റ്റായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ റീഡ് ചെയ്ത് തരും. ഇപ്പം നല്ല വർക്കിംഗ് ആയ ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കയറി ഡൗൺലോഡ് ചെയ്യാം. അതിപ്പോൾ എൻ്റെ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കയറി ഒന്ന് ഫോളോ ചെയ്യുക, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്ത ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.